കേരളത്തിലിപ്പോൾ മൺസൂൺ ഔദ്യോഗികമായി എത്തിയിരിക്കുന്നു. കാലാവസ്ഥയുടെ സ്വഭാവം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ തീയതിയേക്കാൾ 3 ദിവസം വൈകിയെത്തിയെങ്കിലും തെക്കുപടിഞ്ഞാറൻ മൺസൂൺ ഇപ്പോൾ സംസ്ഥാനത്തുടനീളം സജീവമായി കാണപ്പെടുന്നു. തിരുവനന്തപുരത്ത് താപനില ഏകദേശം 29 ഡിഗ്രി സെൽഷ്യസിനടുത്ത് തുടരുന്നു. എന്നാൽ കാലാവസ്ഥയുടെ യഥാർത്ഥ കഥ താപനില മാത്രമല്ല, മറിച്ച് തുടർച്ചയായി വർദ്ധിച്ചുവരുന്ന ഈർപ്പം, കനത്ത മേഘങ്ങൾ, ഇടവിട്ടുള്ള മഴ, പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിന്റെ വർദ്ധിച്ചുവരുന്ന ഭീഷണി എന്നിവയിൽ ഒളിഞ്ഞിരിക്കുന്നു. അടുത്ത കുറച്ചു ദിവസത്തേക്ക് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായതോ അതിശക്തമായതോ ആയ മഴ തുടരാമെന്നും ചില സ്ഥലങ്ങളിൽ മഴയുടെ അളവ് 7 മുതൽ 20 സെന്റിമീറ്റർ വരെ എത്താൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കമന്റിൽ നിങ്ങളുടെ ജില്ലയുടെ പേര് തീർച്ചയായും എഴുതുക. കാരണം അടുത്ത കുറച്ചു ദിവസങ്ങളിൽ ഏതു പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ ആഘാതം കാണപ്പെടുക എന്നറിയുന്നത് ഓരോ കുടുംബത്തിനും അത്യാവശ്യമാണ്. കാലാവസ്ഥയുടെ ഓരോ കൃത്യമായ അപ്ഡേറ്റും ആദ്യം ലഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. സംസ്ഥാനത്തിന്റെ വടക്കൻ മധ്യഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് പ്രവചിക്കപ്പെടുന്നു. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നിലവിലുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് പ്രകാരം അടുത്ത 3 മണിക്കൂറിനുള്ളിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ചിലയിടങ്ങളിൽ നേർത്തതോ മിതമായതോ ആയ മഴയ്ക്കും മണിക്കൂറിൽ ഏകദേശം 30 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. എന്നാൽ യഥാർത്ഥ ആശങ്ക അടുത്ത ഘട്ടത്തെക്കുറിച്ചാണ്. ചില ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. അവിടെ 24 മണിക്കൂറിനുള്ളിൽ 204.4 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രവചിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട്, പെട്ടെന്നുള്ള വെള്ളപ്പൊക്കം, റോഡുകൾ അടയ്ക്കൽ, വൈദ്യുതി തടസ്സം, സാധാരണ ജനജീവിതം തടസ്സപ്പെടൽ എന്നിവയുടെ ഭീഷണി വർദ്ധിച്ചത്. ഇപ്പോൾ ചോദ്യമിതാണ്, എന്തുകൊണ്ടാണ് പെട്ടെന്ന് മഴ ഇത്ര ശക്തമാകുന്നത്? കാലാവസ്ഥാ ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ തെക്കുകിഴക്കൻ അറബിക്കടലിനു മുകളിൽ സംവഹന മേഘങ്ങളുടെ രൂപീകരണം വർദ്ധിച്ചു. ഇന്ത്യൻ തീരത്തേക്ക് തീവ്രമായ ഈർപ്പമുള്ള പടിഞ്ഞാറൻ കാറ്റ് തുടർച്ചയായി ചൂടുള്ളതും ഈർപ്പമുള്ള വായു എത്തിക്കുന്നു. കടലിനു മുകളിൽ മൺസൂൺ ചുഴിയും ശക്തമായിട്ടുണ്ട്. ഇതിനോടൊപ്പം ഗോവ തീരത്തിനടുത്തുള്ള ചക്രവഴി, കൊങ്കൺ ഗോവ മേഖലയിലെ ന്യൂനമർദ്ദ സ്വാധീനം, തെക്കൻ തെലുങ്കാനയ്ക്കും തീരദേശ ആന്ധ്രാപ്രദേശിനും മുകളിലുള്ള സജീവമായ ചുഴലി, നടുകൻ ആൻഡമാൻ കടലിനു ചുറ്റുമുള്ള ആക്രമണവും ചേർന്ന് ദീർഘനേരം നിലനിൽക്കുന്ന കനത്ത മഴയ്ക്ക് അനുകൂലമായ സാഹചര്യമൊരുക്കുന്നു. തലസ്ഥാന മേഖലയിൽ സ്ഥിതി അതീവ ഗുരുതരമായതിനാൽ അരുവിക്കര അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറക്കേണ്ടിവന്നു. ജലനിരപ്പ് തുടർച്ചയായി ഉയരുന്നതിനാൽ 3-4 നമ്പർ ഷട്ടറുകൾ 25 സെന്റിമീറ്റർ വീതം അധികമായി തുറന്നു. പെട്ടെന്ന് വെള്ളം തുറന്നുവിടുന്നത് താഴ്ന്ന പ്രദേശങ്ങളിൽ ജലനിരപ്പ് ഉയരാൻ കാരണമാകുമെന്നതിനാൽ അണക്കെട്ടിനു ചുറ്റും ജീവിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചു. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. യെല്ലോ അലർട്ട് എന്നാൽ 24 മണിക്കൂറിനുള്ളിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ കിട്ടാമെന്നാണ് അർത്ഥം. ഓറഞ്ച് അലർട്ട് എന്നാൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് അർത്ഥം. 24 മണിക്കൂറിനുള്ളിൽ 204.4 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ പെയ്യാൻ ഗുരുതരമായ ഭീഷണിയുണ്ടാകുമ്പോഴാണ് റെഡ് അലർട്ട് പുറപ്പെടുവിക്കുന്നത്. അതായത് റെഡ് അലർട്ട് നിലവിലുള്ള ജില്ലകളിൽ സാധാരണ മൺസൂൺ മഴയല്ല, മറിച്ച് അതീവ അപകടകരവും ദുരന്തസമാനവുമായ സാഹചര്യം സൃഷ്ടിക്കുന്ന മഴയുടെ ഭീഷണി നിലനിൽക്കുന്നു. വൈകുന്നേരവും രാത്രിയും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. അനാവശ്യം യാത്രകൾ ഒഴിവാക്കാനും വെള്ളക്കെട്ടുള്ള റോഡുകളിലൂടെ വാഹനങ്ങൾ ഓടിക്കാതിരിക്കാനും മൊബൈൽ ഫോണുകളും അത്യാവശ്യ ഉപകരണങ്ങളും ചാർജ് ചെയ്ത് സൂക്ഷിക്കാനും അടിയന്തര സാധനങ്ങൾ തയ്യാറാക്കി വയ്ക്കാനും ജില്ലാ ഭരണകൂടത്തിന്റെ എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കാനും ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിങ്ങൾ എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരാണെങ്കിൽ അടുത്ത കുറച്ച് മണിക്കൂറുകളും അടുത്ത 1-2 ദിവസങ്ങളും വളരെ നിർണായകമായേക്കാം. മഴയുടെ വ്യാപനം വർദ്ധിക്കുന്നു. ഈർപ്പം തുടർച്ചയായി കൂടുന്നു. പലയിടങ്ങളിലും കാലാവസ്ഥ അതിവേഗം മോശമായേക്കാം. വരും ഘട്ടത്തിൽ ഈ മഴ കൂടുതൽ ശക്തമായി സംസ്ഥാനത്തിന്റെ ചില ഭാഗങ്ങളിൽ റെക്കോർഡ് തലത്തിലെത്തുമോ എന്നതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചോദ്യം. അടുത്ത ഭാഗത്തിൽ റെഡ് അലർട്ടുള്ള ജില്ലകൾ, വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങൾ, യാത്രക്കാർക്കും മത്സ്യബന്ധനക്കാർക്കും വേണ്ട പ്രധാന മുന്നറിയിപ്പുകളും മൺസൂണിന്റെ അടുത്ത നീക്കവുമെല്ലാം നമ്മൾ വിശദമായി സംസാരിക്കും. കേരളത്തിലെ കാലാവസ്ഥ ഇപ്പോൾ സാധാരണ മൺസൂൺ മഴയുടെ പരിധി ലംഘിക്കുന്നതായി കാണപ്പെടുന്ന സാഹചര്യമാണ്. അടുത്ത കുറച്ചു ദിവസങ്ങളിൽ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും മഴയുടെ സമ്മർദ്ദം ഇനിയും വർദ്ധിക്കുമെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ സൂചനകൾ വ്യക്തമാക്കുന്നു. പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ സ്ഥിതികൾ ഏറ്റവും വെല്ലുവിളി ചേർന്നതായിരിക്കും.
ഈ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് 24 മണിക്കൂറിനുള്ളിൽ 204.4 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ നദികളിലെ ജലനിരപ്പ് അതിവേഗം ഉയരാൻ സാധ്യതയുണ്ട്. ചെറിയ തോടുകൾ കരകവിഞ്ഞൊഴുകാം. താഴ്ന്ന പ്രദേശങ്ങളിൽ പെട്ടെന്നുള്ള വെള്ളപ്പൊക്കം പോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ നിൽക്കൂ, റെഡ് അലർട്ടുള്ള ജില്ലകൾക്ക് മാത്രമാണോ ആശങ്കപ്പെടേണ്ടത്? അതോ ഇപ്പോൾ ഓറഞ്ചും യെല്ലോ അലർട്ടുകളും നിലവിലുള്ള ജില്ലകളിലും അപകടം വർദ്ധിക്കുമോ? തങ്ങളുടെ ജില്ല സുരക്ഷിതമാണെന്ന് കരുതുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് തുടർന്നുള്ള വിവരങ്ങൾ വളരെ പ്രധാനമാണ്. കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കനുസരിച്ച് എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇതിനുശേഷം പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് എന്നിവിടങ്ങളിലും ഓറഞ്ച് അലർട്ട് നിലനിൽക്കും. ഇതിന്റെ അർത്ഥം ഈ പ്രദേശങ്ങളിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ്. ഇത്രയും മഴ മലയോര മേഖലകളിൽ ഉരുൾപടലം, റോഡിടിയൽ, ഗതാഗത തടസ്സം എന്നിവയ്ക്ക് കാരണമായേക്കാം. അപ്പുറത്ത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുന്നു. ഇവിടെയും 24 മണിക്കൂറിനുള്ളിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ കിട്ടാം. കാണുമ്പോൾ ഈ കണക്ക് കുറവായി തോന്നാം. എന്നാൽ തുടർച്ചയായി പല ദിവസങ്ങളിൽ ഇതേ മഴ തുടരുകയാണെങ്കിൽ വെള്ളക്കെട്ടിനും പ്രാദേശിക പ്രളയത്തിനുമുള്ള സാധ്യത വളരെ വർദ്ധിക്കുന്നു. സംസ്ഥാനത്ത് ഇടിമിന്നലിനും മിന്നൽ പിണരുകൾക്കുമുള്ള സാധ്യതയും തുടരുന്നു. കടലിൽ നിന്നുള്ള ഈർപ്പമുള്ള പടിഞ്ഞാറൻ കാറ്റും ശക്തമായ കാലവർഷ ചക്രമണവും മേഘങ്ങൾക്ക് തുടർച്ചയായി ഊർജ്ജം നൽകുന്നു. ഇതുകൊണ്ടാണ് മഴയോടൊപ്പം ശക്തമായ ഇടിമുഴക്കവും മിന്നലുമുണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുന്നത്. ചില പ്രദേശങ്ങളിൽ കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 30 കിലോമീറ്റർ വരെ എത്തിയേക്കാം. അതേസമയം ഇടിമിന്നലുള്ള മേഘങ്ങൾക്ക് ചുറ്റും ഇതിലും ശക്തമായ കാറ്റനുഭവപ്പെടാം. നിങ്ങൾ ഇതുവരെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമന്റിൽ നിങ്ങളുടെ ജില്ലയുടെ പേര് തീർച്ചയായും എഴുതുക. കാരണം അടുത്ത കുറച്ചു ദിവസങ്ങളിൽ ഏത് പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ ആഘാതമുണ്ടാകുക എന്നറിയുന്നത് ഓരോ കുടുംബത്തിനും അത്യാവശ്യമാണ്. കാലാവസ്ഥയുടെ ഓരോ കൃത്യമായ അപ്ഡേറ്റും ആദ്യം ലഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്.